C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശ്രീലക്ഷ്മി, വരാൻ വൈകിപ്പോയെങ്കിലും വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത പറയാനാണ് ഞാൻ വന്നത്. പറയാനോ? എന്തിന്? ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ സന്തോഷത്തിന്റെ ഒരു 100 ഇരട്ടി സന്തോഷം ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. സന്തോഷത്തേക്കാൾ കൂടുതലായുള്ളത് നന്ദിയാണ്. രവിക്ക് ഒരു അച്ഛനാകാനുള്ള ഭാഗ്യം കൊടുത്തത് എന്റെ തന്നെ പ്രതിരൂപമായ ശ്രീലക്ഷ്മിയാണ്. അമ്മയാകാനുള്ള ഭാഗ്യം ശ്രീലക്ഷ്മി വഴി എനിക്ക്. അതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് മാത്രം എനിക്കറിയില്ല. ശ്രീലക്ഷ്മി തെറ്റിദ്ധരിക്കണ്ട. മനസ്സുകൊണ്ട് മാത്രമേ എനിക്ക് അമ്മയാകാൻ പറ്റൂ. ശരീരം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ശ്രീലക്ഷ്മി തന്നെയാണ് രവിയുടെ കുഞ്ഞിന്റെ അമ്മ. ഇല്ല, എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. രാജനന്ദിനി കാരണം എനിക്ക് കിട്ടിയ ജീവിതത്തിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത്. ഇതറിഞ്ഞ ഉടൻ ആദ്യം ഞാൻ ഇവിടേക്കാ വരേണ്ടിയിരുന്നത്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഞാൻ ശ്രീലക്ഷ്മിയെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ സന്തോഷം ഈ 4 ചുവരുകൾക്കുള്ളിലല്ലേ, ആരോടും പങ്കുവയ്ക്കാനാവാതെ. പ്രസവിക്കുന്നത് ഞാനാണെങ്കിലും രാജനന്ദിനിക്ക് കൂടി അവകാശപ്പെട്ടതായത്. ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിൽ വർമ്മൻ കുടുംബത്തിന്റെ അടുത്ത അവകാശിയാണെന്ന് ഗായത്രി അമ്മ പറഞ്ഞത്. എന്താ എന്തു പറ്റി? എല്ലാ സന്തോഷങ്ങൾക്ക് പിന്നിലും ഒരു ദുഃഖം മറിഞ്ഞിരിപ്പുണ്ടാവും ശ്രീലക്ഷ്മി. ഇനി മുതൽ നീ കൂടുതൽ സൂക്ഷിക്കണം. കാരണം ഇനിയിപ്പോ ഒന്നിനു പകരം 2 ജീവനുകളാണ് ശത്രുക്കൾക്ക് ഇല്ലാതാക്കേണ്ടത്. ഇനി ശത്രുക്കളുടെ പദ്ധതികൾക്ക് വേഗത കൂടും. അവർ അപ്രതീക്ഷിതമായി ആക്രമിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ സന്തോഷകരമായ ദിവസങ്ങൾക്കിടയിൽ നീ ഏറ്റെടുത്ത ദൗത്യം മറക്കരുത്. നീയും രവിയും കുഞ്ഞും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആ ദൗത്യം നിറവേറ്റിയേ മതിയാകും. അതിനി അധിക സമയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവർ വരും ഉടനെ, നിന്നെ തേടി. കാഹളം മുഴങ്ങുന്ന ശബ്ദം എന്റെ കാതുകളിലേക്ക് ഇരച്ചു കയറുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ഒരു കാര്യം അറിഞ്ഞാ കൊള്ളാം. അല്ല സരോജം, ഇവിടേക്ക് മോളെ കെട്ടിച്ചു വിട്ടപ്പോ എന്ത് സ്ത്രീധനം കൊടുത്തു നിങ്ങള്? അങ്ങനെ ഞങ്ങൾ അവരോടൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ രാജലക്ഷ്മി. രേഖയുടെ കല്യാണം കഴിഞ്ഞപ്പോഴും രാജലക്ഷ്മിയോട് ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലായിരുന്നല്ലോ. അയ്യോ, ഞാൻ ആ ഒരർത്ഥത്തിലല്ല ചോദിച്ചത്.
രവിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. സുദർശന അങ്കിളിനും സരോജമ്മയ്ക്ക് ഒരു വീടുള്ളത് വിറ്റ് ആ കാശ് ഇവിടെ കൊണ്ടുവച്ചു. ആ പണത്തിന്റെ വില വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും രേഖയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലേ രേഖ? എനിക്ക് കിട്ടാവുന്ന സ്ത്രീധനത്തെക്കാൾ എനിക്ക് വേണ്ടത് നല്ലൊരു അച്ഛന്റെയും അമ്മയുടെയും മകളെയായിരുന്നു. എന്നെ സ്നേഹിക്കാനും അതിനപ്പുറം മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പെൺകുട്ടി. എന്റെ ഭാഗ്യം കൊണ്ടാവണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയത്. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ശ്രീലക്ഷ്മിയുടെ സ്നേഹം, പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ക്വാളിറ്റീസ്, ഇതൊക്കെ തന്നെയാണ് എന്റെ സ്ത്രീധനം. ഒരാളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സാധിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. രണ്ടുപേർക്കും ഒരേ ദിശയിൽ ചിന്തിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. എവിടെ ജനിച്ചു എന്നുള്ളതിലല്ല, എങ്ങനെ വളർന്നു എന്നുള്ളതിലാണ് കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛനും സരോജാമ്മയ്ക്കും 100-ൽ 100 മാർക്കാണ്. ഇവിടേക്ക് ആഹാരം കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും വിളമ്പിത്തരാൻ ശ്രീലക്ഷ്മി എണീറ്റ് പോയത് രാജലക്ഷ്മി കണ്ടില്ലേ? ആ മനസ്സിനപ്പുറം വേറെ എന്ത് സ്ത്രീധനം കിട്ടിയിട്ട് എന്ത് കാര്യം? ആ സരോജ, നീ വേഗം റെഡിയാവ്, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എവിടെ പോകുന്നു? കുറച്ചു ദിവസം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് അമ്മ പറഞ്ഞാൽ അമ്മയുടെ വാക്കിനിവിടെ മറുവാക്കില്ല. രാജലക്ഷ്മി അങ്ങനെ പറഞ്ഞതിൽ മനസ്സ് വിഷമിച്ച് സുദർശൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട. നിങ്ങളെ രണ്ടാളെ അറിയാത്തതുകൊണ്ട് ഓരോന്ന് പറയുന്നതാ. ഒരു പ്രാവശ്യം രേഖ കാരണം നിങ്ങൾ ഇവിടുന്ന് വിഷമിച്ചിറങ്ങിപ്പോയി. ഇന്നിപ്പോ രേഖയുടെ അമ്മ കാരണം അത് ആവർത്തിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.